FG World. ഇന്ന് നമ്മളൊരു വെണ്ടയ്ക്ക ഫ്രൈ ആയിട്ടാണ് വന്നത്. അതൊരു സ്പെഷ്യൽ രീതിയിൽ. എനിക്കൊക്കെ ആണെങ്കിൽ വെണ്ടയ്ക്ക ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു വെണ്ടയ്ക്ക ഒരു പ്രത്യേക രീതിയിൽ ഫ്രൈ ചെയ്തിട്ട് നല്ല ടേസ്റ്റി റെസിപ്പി ആയിട്ട് വരാമെന്ന്. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഇതിന് സൂപ്പർ ടേസ്റ്റ് ആണ്. കുറച്ച് ചോറും മോരും പിന്നെ ഈ വെണ്ടയ്ക്ക ഫ്രൈയും കൂടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലഞ്ച് അടിപൊളിയായിരിക്കും. അപ്പൊ നമുക്ക് കണ്ടോക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടക്കായ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 250 ഗ്രാമോളം വെണ്ടക്കായാണ് എടുത്ത് വെച്ചേക്കണത്. ഇതൊരു 20 വെണ്ടക്കായ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി അതിനുശേഷം എടുത്ത് വെച്ചേക്കണതാണ്. വെള്ളം തുടച്ചൊന്നും കളഞ്ഞിട്ടില്ല, പക്ഷെ കഴുകി നന്നായിട്ട് വാറ്റി വെച്ചേക്കണതാണ് വെള്ളം. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കണം കേട്ടോ. നമ്മൾ സാധാരണ വെണ്ടക്കായ ഫ്രൈ ഒക്കെ ഉണ്ടാക്കണ പോലെ വട്ടത്തിലല്ല, ഇത് നീളത്തിൽ തന്നെയാണ് നമ്മൾ നുറുക്കണത്. ഇപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നുറുക്കിയെടുക്കണേ എന്നുള്ളത്. ഇതിൻ്റെ ഞെട്ടിയാണ് പ്രധാനമായിട്ട് കളയേണ്ടത്. തലഭാഗം കളഞ്ഞില്ലെങ്കിലും വിരോധമൊന്നുമില്ല, വേണമെങ്കിൽ കളയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം മൂക്കാത്ത വെണ്ടക്കായ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വല്ലാണ്ട് മൂത്ത വെണ്ടക്കായ എടുക്കാണ്ടിരിക്കുക. അതിങ്ങനെ നെടുകനെ രണ്ടായിട്ട് പിളർക്കുക. അതിന് ശേഷം അത് ഒന്നും കൂടി, അതായത് ഒരു വെണ്ടക്കായ നമ്മൾ 4 പീസാണ് കേട്ടോ ആക്കണത്. പിന്നെ നമ്മൾ നീളം കൂടിയ വെണ്ടക്കായ ആണെങ്കിൽ 1-2 ആക്കിയിട്ടാണ് ഇങ്ങനെ 4 പീസാക്കണത്. അങ്ങനെ എടുക്കുക. അത് വല്ലാണ്ട് നീളം കുറയേണ്ടെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇതിങ്ങനെ 4 പീസായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇത് ഫുള്ള് അങ്ങനെ നുറുക്കിയെടുക്കാം. ഇതിങ്ങനെ അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ വെണ്ടക്കായൊക്കെ പെർഫെക്റ്റ് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് എല്ലാം അരിഞ്ഞ് കഴിഞ്ഞു. നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ചേർക്കാം കേട്ടോ. അപ്പോൾ മസാലകൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇതിൽ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി അതിന് ശേഷം ഒരു 2 ടീസ്പൂൺ മൈദപ്പൊടി. മൈദപ്പൊടി എന്തിനാണ് ചേർക്കണമെന്ന് വെച്ചാൽ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺഫ്ലോർ തന്നെ ചേർത്തോളൂ. എൻ്റെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ മൈദപ്പൊടി ചേർത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്. നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് സാമ്പാർ പൊടിയാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ സാമ്പാർ പൊടിയാണെങ്കിൽ ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത്. ഇത് ഞാൻ ഒരു 2 ടീസ്പൂൺ സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഓപ്ഷണൽ സ്റ്റെപ്പാണ്. ഞാൻ ഇതിനൊരു നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് പിരിയമുളക് കാശ്മീരി ചില്ലിയുടെ പൗഡറാണ്. ഇതൊരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഇത് 1/2 മുറി ലെമണിൻ്റെ നീരാണ്. ഇനി ഞാൻ ഇതും കൂടി ഇതിലേക്ക് ചേർക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമണിന് പകരം വിനാഗിരി വേണമെങ്കിൽ വിനാഗിരി ചേർക്കാം. ഞാൻ വിനാഗിരി വേണ്ടാന്ന് വെച്ചിട്ടാണ് ലെമൺ തന്നെയാണ് ചേർത്തത്. നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മളിതിൽ മസാലയും പൊടികളൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൽ മസാല പിടിക്കാനൊന്നും നീക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇപ്പം തന്നെ ഇത് വറുത്തെടുക്കാൻ പറ്റും. അപ്പം ഞാനൊരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതേ ഇവിടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറേശ്ശെ ഈ വെണ്ടക്കായ നമ്മൾ മസാല തേച്ച് വെച്ചേക്കണത് ഇതിലേക്ക് കോരിയിടാം കേട്ടോ. അപ്പോൾ ഇതേ ഇപ്പോൾ നമ്മുടെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് കോരിയെടുക്കാം. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഇട്ടെടുക്കാം കേട്ടോ.